ഗൈസ്, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താ ഇന്ന് വീഡിയോ തുടങ്ങണേന്ന്. അത് ചാനൽ മാറിയിട്ടൊന്നുമില്ല, ഇത് ഈ ബുൾജറ്റിൻ്റെ ചാനൽ തന്നെയാണ്. അവരുറങ്ങിയിട്ടില്ല, അവർ എഴുന്നേറ്റിട്ടില്ല. കുറേ നേരമായി അവരെ വിളിക്കുന്നത് കേട്ടോ. ഇത്രയും നേരമായിട്ട് അവർ എഴുന്നേറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അവർ എഴുന്നേൽക്കുന്നില്ല. അപ്പം നമുക്ക് ഉപ്മാവൊക്കെ വെച്ചിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു. അല്ലേ പപ്പേ? ഉപ്മാവിന്റെ ഇന്ന് നമ്മുടെ റെഡി ടു മിക്സ് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഒരു പരിശ്രമം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. പോയോ? നമുക്ക് അവിടെ മമ്മിയും ദീപു ചേട്ടൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി എബി ലിബിയും കൊച്ചും മാത്രമേ എനിക്കാത്തതുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, അങ്ങനെ നമ്മുടെ യാത്രയിലെ അടുത്ത ദിവസമാണ്. രാവിലെ തന്നെ അഭിരാമിയും അമ്മയും അപ്പനും എല്ലാരും കൂടി അങ്ങനെ ഇവിടെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് മാങ്ങോട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കണു. ഇനി ഇത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ പക്ഷെ ഞങ്ങൾ കർണാടക കയറുന്നില്ല, നേരെ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിലോട്ട് കയറുന്നു. അല്ലെ തെറ്റത് ശരിയല്ലേ? ഈ പടുവായ എന്നോട് രാവിലെ തള്ളി തന്നെ, അതേപോലെ പുട്ട് തള്ളുന്നപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. അതായത് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിലേക്ക് ഡയറക്റ്റ് കയറാൻ വേണ്ടി പോവാം. അപ്പൊ നമുക്കിത് കഴിച്ചിട്ട് വണ്ടി ഇവിടെ എടുക്കാം. കുറെ പേര് ഇവിടെ കഴിക്കാണ്ട്. ഇതാ അപ്പനും ഇതാ കഴിക്കുന്നു. തൊട്ടപ്പുറത്തോട്ട് നോക്കിയാൽ അവിടെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ അഭിരാമി ഓരോരുത്തർക്കായിട്ട് ഉപ്പുമാവ് എടുത്തു കൊടുക്കുന്നു. എന്തായാലും എല്ലാരും കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നീങ്ങാല്ലേ ലിബി? നീങ്ങാം. വേറെ കാര്യമുണ്ട്. ഇന്ന് നമ്മളൊന്ന് ഇച്ചിരി കൂടുതൽ നമുക്ക് ഓടണം. ഇന്നലെ നമ്മൾ ഇച്ചിരി കുറച്ച് ഓടിയുള്ളൂ. അപ്പൊ ഇന്ന് അതിനും കൂട്ടിയിട്ട് നമ്മൾ ഓടാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഒരു ദിവസം തൊട്ടാണ് നമ്മൾ നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇപ്പൊ നമുക്ക് പരമാവധി ഓടി പിടിക്കണം, അല്ലേ? അതെ. ഇത് എന്താ മൈക്കിളെ, എല്ലാരും അങ്ങനെ ഫൈനലി കഴിച്ചു കഴിഞ്ഞു. വണ്ടി നമ്മൾ ഏതാനും നിമിഷങ്ങളിൽ എടുക്കും. ആരാ പുറത്തുള്ള? ദീപിച്ചേട്ടൻ. എവിടെയുള്ള? ദീപിച്ചേട്ടൻ പുറത്തുള്ള. ഒന്ന് കോൾ ചെയ്യണം. എന്നാ പാത്രമെല്ലാം കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് സ്പീഡാക്കാം. വേഗം പോയാൽ നമുക്ക് പെട്ടെന്ന് എത്താം. സ്കൂളിലെ ഉച്ചക്കഞ്ഞി കഴിഞ്ഞ് ആൾക്കാർ പാത്രം കഴുകാൻ വേണ്ടി പോകുന്ന പോലെയാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് എല്ലാവരും അവിടെ പോയി പാത്രം കഴുകുന്നത്. അല്ലടാ, എല്ലാവരും പാത്രം വൃത്തിയാക്കി നേരെ വണ്ടിയിലോട്ടുള്ള പരിപാടി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി വൃത്തിക്ക് സൂക്ഷിക്കണം. അതാണ് നമ്മുടെ അംബീഷൻ. അല്ല ദീപിച്ചേട്ടാ എന്നെ തോക്ക് പിടിച്ച് കൊച്ചിൻ്റെ കൂടെ നിൽക്കുന്നത്. ഫൈനലി നമ്മൾ ഉപ്പുമാവെല്ലാം വെച്ച് കഴിച്ച് ഞങ്ങൾ വൃത്തിയാക്കി നേരെ മുന്നോട്ട് പോവാണ്. അതേസമയം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സാമ്പാറും ചോറും ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? അപ്പനൊക്കെ പാത്രം കൊണ്ട് അങ്ങോട്ട് പോയി. അതന്നെ, ഈ വൃത്തിയാക്കലും ഇതാണ് ഏറ്റവും ദീപിച്ചേട്ടൻ. 3 മണിക്കൂറാണ് വണ്ടി മൊത്തം ഒന്ന് ഒതുക്കി എടുക്കണേല്. അതിന്റെ സംഭവം എന്ന് അറിയാമേ, താഴെ മേലോട്ട് ഇറങ്ങി നടക്കണ്ടേ. അതുകൊണ്ട് ഒരു പാട് കണ്ടോ ദീപിച്ചേട്ടൻ. കണ്ടോ വണ്ടിയിൽ അവസാനത്തെ ചെളി പോലും വെറുതെ വെക്കുന്നിടത്ത് അടിച്ചു കളയുന്ന നോക്കി അടിച്ച് നിരപ്പാക്കുക. ഗൈസ്, അതായത് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആട്ടോ. ഇത് സാമ്പാറാട്ടോ. ഇന്ന് എന്നാ കറി? ഇന്ന് സാമ്പാറും പിന്നെ മീൻ അച്ചാറ്, പിന്നെ മീൻ പൊടിച്ചതുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് അതിനകത്ത് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു രസം ഉണ്ടാക്കിയേക്കാം. ഉണ്ടാക്കിയേക്കാം. അല്ലേ, പുള്ളി രസം ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞാൽ സാമ്പാർ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാ സാധനം നല്ല രസം ഉണ്ടെന്ന് പറയും. മറ്റേ സാധനം മേടിച്ചിട്ടില്ല, അതുകൂടെ മേടിക്കാം. ഈ സാധനം നമ്മുടെ ഇന്ന് പോയതാട്ടോ. 650 രൂപ എടുത്ത് മേടിച്ച. ഇതിന്റെ ഹോളെന്തിയേ? ഇതെല്ലാ ദിവസവും നോക്കി ടൈറ്റ് ആക്കണം. അല്ലെ 8ന്റെ പണി കിട്ടുന്നുണ്ടോ? സ്റ്റെപ്പിന് ഇല്ലാതെ യാത്ര ചെയ്യേണ്ടി വരും. ടൈറ്റ് ആണല്ലോ. താഴോട്ടല്ലേ? എൻ്റെ അമ്മ ഒന്ന് തൊഴിച്ചു നോക്കണം. തൊഴിച്ച് ടൈറ്റ് തന്നെയാ. ഭാഗ്യം. എൻ്റെ അമ്മ, ഇതിപ്പോ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത് എങ്ങനെയാ? അത് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ പിടിക്കാം. അങ്കവാള് നിനക്ക് വന്നിരിക്കുന്നു. പൊക്കോ. ഞാൻ സീറ്റിന്റെ അടിയിൽ വെക്കുന്നു. ഇന്നലെ ഫുള്ള് വണ്ടി കഴി കേട്ടോ. വണ്ടി നോക്കിയേ, ഈ വണ്ടിയുടെ സൈഡ് മൊത്തം നോക്കിയേ. ഇങ്ങോട്ട് നോക്കിയേ, ഈ സൈഡൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ട് നല്ല ക്രെഡിറ്റഡ് ബൈ ലിവിന്ന് എഴുതി വെക്കേണ്ടത്. പളവളാന്നാ നിൽക്കുന്ന കേട്ടോ വണ്ടി. ഇനിയിപ്പോൾ ഈ പാത്രങ്ങൾ കയറ്റി ഈ സാധനം കൂടെ അടച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഉള്ളിൽ ആ കിച്ചൺ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം കേട്ടോ.
അപ്പോൾ ഗൈസ് മൈക്കിൾ നോക്കി ഞാൻ കിടക്കുന്ന സ്ഥലത്ത് കുറേ നേരം അഭിരാമിയോട് അടിയാക്കി മേളിൽ കയറിയിട്ട് തന്നെ പുതപ്പ് പൊതിച്ച് തന്നെ കിടന്നതാ ഇറങ്ങി വേണം നോക്കിയേ നോക്കിയേ വീണ്ടും അവര് തന്നെ പുതപ്പ് പൊതിക്കണം ആളെയ്യ താഴ വീണ്ടും നോക്കി ഇത് നോക്കിയേ തന്നെ പൊതിച്ച് വീണ്ടും തന്നെ കിടന്ന് നോക്കിയേ ഇവനത് ഇവനൊരു കളിയാക്കി മാറ്റി കേട്ടോ ഇത് വിടാൻ പോകാൻ ഏടാ ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ 2 ദിവസത്തിന് ശേഷം നമ്മൾ അങ്ങനെ നിരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഇലക്ട്രിക്കൽ പരിപാടി തീർത്തു. നമ്മുടെ സെൻട്രൽ ബോൾട്ട് എന്ന് പറഞ്ഞാണ്, പക്ഷെ സെൻട്രൽ ബോൾട്ട് അല്ല, നമ്മളെ റിംഗ് ടിങ് ടിങ് എന്നെ ചേട്ടൻ്റെ പേര് അത് തന്നെ, ആ സാധനത്തിന്റെ പരിപാടിയും തീർത്തു. അങ്ങനെ ഫൈനലി നമ്മൾ വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്, തമിഴ്നാടിന്റെ മറ്റൊരു സ്ഥലത്തോട്ട് പോവാണ്. അതായത് നമ്മുടെ ലക്ഷ്യം കർണാടക കയറാതെ ആന്ധ്രാപ്രദേശിലേക്ക് എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. മഹാരാഷ്ട്ര എങ്ങനെ ഒഴിവാക്കാം അല്ലേ? ജീവിതത്തിൽ നമ്മൾ കയറില്ലാത്ത 2 സ്റ്റേറ്റാ, മഹാരാഷ്ട്ര, MP, മധ്യപ്രദേശ്. അവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ നിക്കറ് വരെ കീറിയെടുക്കും അല്ലേ? തമിഴ്നാട്ടിലെ കുട്ടികളും ഞങ്ങളുടെ വണ്ടിയുടെ ദൃശ്യം പകർത്തുന്നു. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടത്. ഇത് കണ്ടമാനം ഉണ്ട് കേട്ടോ. നമ്മുടെ നെപ്പോളിയന്റെ പേര് മാറ്റിയിട്ട് പോലും നെപ്പോളിയൻ അറിയുന്ന നോക്കിയവനെ. റഷ്യൻ എഡീഷനിലെ ഇപ്രാവശ്യം ഇറങ്ങിയ, എന്നിട്ട് പോലും ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതൊരു വളരെ ഒരു അത്ഭുതകരമായ കാര്യമുണ്ട് ഇവനെ. അവന് കൈ കൊടുത്ത് ഇവിടെ നെപ്പോളിയൻ കണ്ടോ? നെപ്പോളിയൻ മൈക്കിൾ കണ്ടോ? കൈ കൊടുക്കുന്നത് എന്തേ കൈ കാണിക്കുന്നു. ഗൈസ്, അതായത് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ടോള് കിട്ടി. അപ്പം ടോള് കിട്ടിയതുകൊണ്ട് നമ്മൾ അവിടുന്ന് 1000 രൂപയാണ് ടോള് ചെയ്തു വന്നേ. അപ്പം ടോളിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് നോക്കണം. 73, 10 ആയി വണ്ടി. എത്രയുണ്ട് ബാക്കി? 360. 2000 രൂപ ചെയ്താക്കട്ടല്ലേ ഇവനെ? 5000 രൂപ ചെയ്തേക്ക് ഏറ്റവും സേഫ്. 2000 രൂപയ്ക്ക് ആന്ധ്ര കിടക്കാൻ പറ്റും. ആന്ധ്രയല്ല, ശരിയാണ്, കുറച്ച് ചെയ്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് ടാഗിന്റെ ടാഗിന് ഈ ബാങ്ക് ചെയ്യണം. നിങ്ങൾ ടോൾ എടുക്കണം IDFC ബാങ്ക്, അതാണ് ഏറ്റവും നല്ല കാര്യം. റീചാർജ് ചെയ്യാനും പൈസ കയറാനും പെട്ടെന്ന് എവിടെ റൂള് മാറി കേട്ടോ. അപ്പം പണ്ടത്തോളം നമുക്ക് അന്നപ്പം പാടെ റീചാർജ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റൂല. ഇത്ര അരമണിക്കൂർ മുന്നേ കണ്ട് റീചാർജ് ചെയ്യണം. അങ്ങനെ പുതിയ റൂള് മാറിയിട്ടുണ്ട്. എങ്ങനെ? അരമണിക്കൂർ മുന്നേ റീചാർജ് ചെയ്യണം, അല്ല നമ്മുടെ ടോളിൽ പൈസ കൊടുത്ത് പോകേണ്ടി വരും. നമ്മുടെ വണ്ടി ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ്, അത് LMP. പക്ഷെ ചില സ്ഥലത്ത് സമ്മതിക്കില്ല. കാരണം നമ്മുടെ വണ്ടിക്ക് കാറിൻ്റെ ടോളേ ഉള്ളൂ. വലിയ വണ്ടി പോകുന്ന ടോൾ ഒരിക്കലും നമ്മുടെ വണ്ടിക്ക് കൊടുക്കണ്ട. അതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു വലിയ ബെനിഫിറ്റ്. ഈ പ്രാവശ്യം ഭയങ്കര ബെനിഫിറ്റ് തന്നെ. നമ്മുടെ ടോളിൽ തൂക്കിയാലും ഏകദേശം ഒരേ തൂക്കം കുറവ് വരുള്ളൂ, കൂടുതൽ വരില്ല. അതെ. അതായത് നമ്മുടെ വണ്ടി പിന്നെ ഈ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ അവന്മാർ വെയിറ്റ് നോക്കും കേട്ടോ. അപ്പോൾ പണിയാ. പിന്നെ അവന്മാർ ഓവർ വെയിറ്റിനാണ് പ്രത്യേക ചാർജൊക്കെ അടിക്കും. അതായത് ഒരു ടോൾ ബൂത്തിന് വരെ വേണേലും നമ്മുടെ വണ്ടിക്ക് ഓവർ വെയിറ്റ് ആണ് ഫൈൻ അടിക്കാനുള്ള റൂളുണ്ട് ഇന്ത്യയിലല്ല, ലോകത്ത് പല സ്ഥലത്തും നമ്മൾ പോയ സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. എല്ലാവരും തൂക്കുന്നില്ലേ? അല്ലേടാ, ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും. ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയാണ് ഈ പ്രശ്നമുള്ള. അവര് ഏത് വണ്ടി പോയാലും ടോൾ ബൂത്തിന് അത് തൂക്കി നോക്കും. പോലീസും അതുപോലെ തന്നെ ട്രാഫിക്കും ഏറ്റവും കച്ചറകൾ മഹാരാഷ്ട്ര കേട്ടോ.
നമ്മുടെ എല്ലാ പ്ലാനും പദ്ധതിയും മൊത്തം പാളി കേട്ടോ. അതായത് നമുക്ക് 2-3 മാസം ഈ യാത്ര, ഇതിൻ്റെ മുന്നത്തെ മാസം, അതായത് ഇപ്പം കഴിയാൻ പോകുന്ന മാസം ഏതാ? ജൂലൈക്ക് 1 സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു ഈ യാത്ര. പക്ഷേ ഇച്ചിരി താമസിച്ചു. അതുകൊണ്ട് നമ്മുടെ യൂറോപ്യൻ യാത്ര ഫുള്ള് ഡിലേ ആവും. കാരണം നവംബർ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മഞ്ഞ് വീണ് തുടങ്ങും യൂറോപ്പിൽ. അപ്പോൾ അതൊരു വലിയ തലവേദനയാണ് നമുക്ക്. അപ്പോൾ വണ്ടി ആഫ്രിക്കയിലേക്ക് തിരിച്ചു വിടേണ്ടി വരും. അങ്ങനെയുള്ള പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനനുസരിച്ച് വേണം യാത്രകളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ. ഇനി അത് മാത്രമല്ല, നല്ലൊരു പമ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയും അടിക്കണം കേട്ടോ. ഒരുങ്ങണോ? ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ നയാര പമ്പിലെത്തി. ബാധി വിച്ചേട്ടാ, മാറി നിൽക്കാതെ അങ്ങോട്ടും പോകാതെ അതിൽ പേടിക്കും. അപ്പൊ പുള്ളിക്കാരനൊരു നല്ല ഉറക്കം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇത്ര നേരം പുള്ളിക്കാരൻ രാത്രിയായിരുന്നു, ഇപ്പം പകലായതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇപ്പൊ ഏറ്റതേ ഉള്ളൂ. അതെ. അപ്പൊ കൂടുതൽ വിവരങ്ങൾ ദീപിച്ചേട്ടാ, ഇപ്പൊ നമ്മൾ എവിടെ എത്തി? നമ്മളൊരു സ്ഥലത്തെത്തി. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് അടിച്ചതിന് ശേഷം നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് സർവീസിന് കയറ്റണം വണ്ടി. അതായത് ഇനി എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇത്രയും പടുതായതുകൊണ്ട് നമ്മളോട് പറഞ്ഞാൽ തന്നെ ഒരു 2000-2500 കിലോമീറ്റർ കഴിഞ്ഞ് ഒന്ന് ഓയിൽ ചെക്ക് ചെയ്യണം. പിന്നെ വണ്ടിയുടെ കാര്യം ഒന്ന് ചെക്ക് ചെയ്താലേ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചാണ്. അപ്പോൾ എഞ്ചിൻ അയച്ച് കുറേയേറെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇതാ പറിച്ചെടുക്കുന്നു. ഗ്യാസിന് വണ്ടിയുടെ ഗിയർ മാറ്റായിരുന്നാൽ മതിയായിരുന്നു. അവിടെ ആൾക്കാരുണ്ട് ഇല്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. പറഞ്ഞാലേ പ്രത്യേകം പറഞ്ഞാലേ എടി ഗിയർ മാറാൻ നോക്കണേ. ഞാൻ നേരെ ഇവര് ഭയങ്കര പ്രശ്നക്കാരനാണ്. പേര് മൈക്കിൾ. ഇവൻ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കൂല. അവൻ പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ഒരു അവസ്ഥ കണ്ട. മുടി വെട്ടാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിചാരിക്കും മുടി വെട്ടാത്തതാണ്. മുടി വെട്ടാൻ സമ്മതിക്കില്ല. ഇപ്പം മറ്റേ മൈറ്റിന്റെ കുട്ടിച്ചാത്തിനെ പോലെ മുടി വെട്ടാനുള്ള പരിപാടിയാണ്. എടി എന്നാ നിന്റെ മോൻ. എടി ഇതേ നിന്റെ മോൻ. കോളേജാ പഠിക്കാൻ. ഞങ്ങള് നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന്. ഇത് ഭൂട്ടാൻ, നേപ്പാള്. ഇങ്ങനെ കയറിക്കോ, അങ്ങനെ കാണാൻ പറ്റൂല. ഇങ്ങനെ സ്റ്റെപ്പ് വഴി കയറിക്കോ. അല്ല ഇങ്ങനെ കയറിക്കോ, സ്റ്റെപ്പ് വഴി കയറിക്കോ. ഞങ്ങളൊന്നും ഇപ്പോഴും ഞങ്ങളുടെ വണ്ടി കൊടുക്കാതെ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താ പറയുക? അങ്ങോട്ട് നോക്ക്. B6-ന്റെ ശാപമാണ് കാണുന്നത് കേട്ടോ. അതായത് ഡീസൽ കൂടാതെ ഈ സാധനം അടിക്കണം, എങ്കിൽ മാത്രമേ വണ്ടി ഓടത്തുള്ളൂ. പിന്നെ സംഭവം ഈ സാധനം അടിച്ചില്ലേല് കമ്പനിയുടെ വാറണ്ടി എന്തോ സാധനം കട്ടാവുന്ന പറഞ്ഞത്. അതിന്റെ സെൻസറിന് എത്ര 1.5 ലക്ഷം രൂപ വിലയുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് പോയത് വേണ്ട ഉൽപ്പായ പോയേക്കാം. നമുക്ക് ഫ്രണ്ടിലേ ഞാനിപ്പോൾ ഒരു സാധനം തരും അടിക്കാൻ വേണ്ടി. ഞാൻ അടിക്കാം. എത്തിക്കാതെ ഞാൻ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു സാധനം തരും അടിക്കുന്നത്. അത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, വൈപ്പർ വൃത്തിയാകാൻ വേണ്ടി. ഇപ്പുറത്തോടെ കയറുക. അവിടെ അടിക്കടാ, നന്നായിട്ട് അടിക്കാം. ക്ലാസ് നന്നായിട്ട് വൃത്തിയാട്ടെ. ഇവിടെ അടിച്ചേ. ഫൈനലി അങ്ങനെ നമ്മൾ എണ്ണ അടിച്ചു. ബബ്ബ ഇവിടെ ഇരിപ്പുണ്ട്. ബബ്ബയ്ക്ക് വിശക്കാൻ തുടങ്ങി. ബബ്ബയ്ക്ക് ഒന്നും കഴിച്ചില്ല രാവിലെ ഒന്നും. പാല് മാത്രമേ ബബ്ബ കുടിച്ചിട്ടുള്ളൂ. അപ്പം ബബ്ബയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ്, അതായത് പേരയ്ക്ക വല്ലതും കാണണോ വഴി. പപ്പയ്ക്ക് ചോറും സാമ്പാറും കൊടുക്കുന്ന രണ്ടാമത്തെ കൊച്ചിനും തിന്നാലോ അല്ലേ? അതാരാ? ഞാൻ തന്നെ. ഊണിന് സമയമായിട്ടില്ല. 11 ആയിട്ടേ ഉള്ളൂ. ഗൈസ് നോക്കൂ, ഫ്രണ്ടിലേക്ക് നോക്കിയേ. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള റോഡാണ്. നമുക്ക് വെല്ലൂർ എന്ന് റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് പണി
ഗൈസ് ഫൈനലി നമ്മൾ സേലം എത്തിയത്. സേലം റാഡിസം ബ്ലൂ തൊട്ട് സൈഡിൽ കണ്ടു. നല്ല ബ്ലോക്കാണ് നോക്കിയേ. എനിക്ക് തോന്നുന്നത് മെയിൻ ഹൈവേ പണി ആയതുകൊണ്ട് ഈ കാണുന്ന സൈഡിൽ കൂടെ വണ്ടികൾ പോകുന്നതുകൊണ്ടായിരിക്കാം ഇത്ര വലിയ രീതിയിലുള്ള ബ്ലോക്ക്. സേലമാണോ? സേലം തന്നെ. സേലത്തിലോട്ട് ഇത് ബൈപ്പാസാ. സേലത്തിലെ ബൈപ്പാസ്. സേലം ബൈപ്പാസ്. 10 ബൈക്ക് ഉണ്ട് ഇപ്പം ലൈനായിട്ട് ഫ്രണ്ടിലേക്ക്. 10 ഒരാൾക്ക് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, ഒരാൾക്ക് എന്തുണ്ട്? ഹെൽമെറ്റ് ഉണ്ട് നോക്കിയേ. ഒരു വണ്ടിയിൽ എത്ര പേരെ പോകുന്നത് നോക്കിയേ. ഒരു പുള്ളിയാണേൽ ഒരു ഓട്ടോ വിളിച്ചോണ്ട് പോകേണ്ട സാധനം മൊത്തം ഉണ്ട് വണ്ടിയിൽ നോക്കിയേ. ചാക്ക്, മറ്റേതിൻ്റെ അകത്തൊരു കാറിൽ പോകേണ്ട ആളുണ്ട്. ഇതേ സത്യം പറഞ്ഞാൽ അവനൊരു യൂത്താ, അവന് മാത്രമേ ഹെൽമെറ്റ് ഉള്ളൂ. നോക്കി ആ ഹെൽമെറ്റ് വണ്ടി കൊണ്ട് പോകും. എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂത്ത് ആൾക്കാരില്ലേ എല്ലാ നിയമങ്ങളും ശ്രദ്ധിച്ച് എല്ലാ സാധനം ഇട്ടിട്ട് ഈ വയസ്സായവരാണ് വിഷയം. അതിന് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വിഷയം. എന്നിട്ട് ഇവര് ഭയങ്കര താളവർത്തനം കേട്ടോ. വയസ്സായവരെല്ലാവരും ഉപദേശമാണ്. പക്ഷെ കാര്യത്തിലെടുക്കും ഇവരൊന്നും കാര്യങ്ങളൊന്നും കരുത്ത് ചെയ്യൂല. അതെങ്ങനെയാണെന്നറിയാമോ? മറ്റുള്ള വീട്ടിലത്തെ എത്തി നോക്കും, പക്ഷെ സ്വന്തം വീട്ടിൽ എത്തി നോക്കാൻ മറന്നു പോകും. ഇവിടെ കണ്ടിട്ട് വെയിറ്റിന്റെ സംവിധാനം കാര്യങ്ങളൊന്നും കാണുന്നില്ല. അമ്പ ഒറ്റയടിക്ക് സാധനം കിട്ടി. എത്രയാ പോയേ? 100 രൂപ. എത്രയാ? എത്ര? ഗൈസ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താൻ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എന്നാ വലിപ്പടാ പഴത്തിനൊക്കെ. ലിബിനെ പഴത്തിന്റെ ഒക്കെ വലിപ്പം നോക്കിയേ. നല്ല മാങ്ങ ഉണ്ട് കേട്ടോ അപ്പുറം. ഇതന്നെ സാധനം ജീവിതത്തിൽ കാണുന്ന സാധനങ്ങളാ. ഇവിടുത്തെ തന്നെ കുഴപ്പം മാങ്ങയില്ല. ഉള്ളത് മേടിക്കും. പേരക്ക മേടിക്കും. ഇതാണോ പേരക്ക? നല്ല പേരക്ക. നല്ല പേരക്ക മേടിക്കേ. നല്ല പേരക്ക മേടിക്കേ. ഇത് എത്രയാ? അൺമേന്ന് KG എത്രയാ? വില ചോദിച്ചോ? ഇതാണോ എടുക്കുന്നത്? അതെടുക്കുന്നില്ല. മമ്മിക്ക് ഷുഗറിന് ഞാവൽപ്പഴം നല്ല എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചോ പറഞ്ഞേ. 50 രൂപ. ഇത് വ്യത്യാസമുണ്ട്. ഫൈനലി ഫ്രൂട്ട്സ് മേടിച്ചു. ഇതെല്ലാം ഇതിലേക്ക് ഇട്ടു. ഇത് ഒരാൾ ഇവിടെ ഉണ്ട്. നമുക്ക് എടുക്കാം. ഇത്രയും നാളും തുറക്കാത്ത സാധനം മൈക്കിൾ തുറന്നു. എടുക്കട്ടെ. എടുത്തോട്ടെ. നോക്കൂ. ഫുള്ള് വണ്ടി കേട്ടോ. ഭയങ്കര തിരക്കാ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാട്ടോ. ബൈക്കുകളാ കൂടുതല്. ഈ കാണുന്ന ഈ സൈഡ് നോക്കിയാ ഇവിടെ ഫുള്ള് വഴിയോര കച്ചവടങ്ങളാ. അതിൽ ഈ ചേച്ചി എടുത്ത് നമ്മൾ ഞാവല് മേടിച്ചു. നിന്നെ പറ്റിച്ചു. गाल वाल तेरे सुर्ख गुलाबी लगते नहीं एप्पल वर्गे आस पास तेरे जो मंडराए मुंडे सब टैपर लगते गाल वाल तेरे सुर्ख गुलाबी लगते नहीं एप्पल. ഗൈസ് ഞങ്ങൾ പോകുന്ന വഴിക്ക് അങ്ങനെ ഈ കാണുന്ന വാഹനം ഞങ്ങൾ തടഞ്ഞു നിർത്തി. അങ്ങോട്ട് നോക്കിയേ. ഞങ്ങളുടെ വണ്ടിയിലെ വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ മൊത്തം തകർന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ലിബിനും ദീപു ചേട്ടനും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെന്ത് ചെയ്യണം? 4 ഉള്ളൂ. ഒരെണ്ണം ഉള്ളിലുണ്ട്, അതും കൂടെ എടുക്കാം. കുപ്പിക്ക് ബോട്ടിൽ തിരിച്ചല്ലേ? അങ്ങനെയാ. നമ്മളിത് കൊടുക്കണം. ഓപ്പൺ പണ്ണാത്. അത് വേണ്ട. ആ കുപ്പി വേണ്ട. നമ്മുടെ കുപ്പി തന്നെ മതി. ഇന്ത കുപ്പി உங்களுக்கு? വേണ്ട. ഇങ്ങോട്ട് വെച്ചു. ഇങ്ങോട്ട് വെച്ചു. അങ്ങനെയാണോ? ഗൈസ് അങ്ങനെ കേട്ടോ. അത് ഒരെണ്ണം അവിടെയും കൂടെ കിട്ടാണ്ട്. അല്ല മുമ്പിച്ചല്ലോ. മുമ്പില്ലേ? കുപ്പി മറിക്കും. ഇത് കട്ടി കൂടി കുപ്പി തന്നെ. ഏതാ കുപ്പി കൊടുക്കണ്ട. അതോ ഇത് തന്നെ സെയിം അല്ലേ? കുപ്പി കൊള്ളൂല. ഇതിനെ മറിക്കാം. പറ്റില്ലേ? നമ്മളെ ഇങ്ങോട്ട് മാറ്റി വെക്ക്. ആ കവർ കളയല്ലേ? അതിലാണ് എല്ലാം ഇരിക്കുന്നത്. ഒരു കുപ്പി കുറിച്ചാലോ? നമ്മുടേതാ ഇത്? നമ്മുടെയാ? പച്ചയല്ല നമ്മുടെ. ഇതിനകത്ത് പുറത്തു അതിനൊരു കുപ്പി കുറിക്കുക. ചോർപ്പ് എടുക്കാം. നമ്മുടെ മൊത്തത്തിൽ 1 2 3 4 5 കുപ്പി നിറച്ചു. എത്ര ബാലൻസ് ഉണ്ട്? ഇനി ഒരെണ്ണം കൂടെ ലാസ്റ്റ്. ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അല്ല, അതിന് 4 കണ്ട് കിടപ്പുണ്ട്. 3 4 കിടപ്പുണ്ട്. ഫുള്ള് 3 4 കിടപ്പുണ്ട്. അപ്പോൾ ഇത് നിറച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെക്കാം. തിരിച്ചേട്ടാ ഓരോന്നായിട്ട് എടുത്തു വെക്കാം. ഗൈസ് അതായത് ഓരോന്നായിട്ട് ഇതേപോലെ എടുക്കുന്നു. ഇത് കണ്ടോ, നമ്മളിവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കേട്ടോ. ഇത് കണ്ടോ, പഴയ ജനറേറ്റർ റൂമാണ് 7 kV അവിടെ അങ്ങോട്ട് അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ തിരിച്ചേട്ടാ ഫുള്ള് എത്ര ഉണ്ട് തിരിച്ചേട്ടാ? ഫുള്ള് 3 ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മൊത്തം 3 4 7 കുപ്പിയല്ലേ? മൊത്തം 7 കുപ്പി അല്ലേ? മൊത്തം 7 കുപ്പിയാണ്. അപ്പോൾ ആ 7 കുപ്പി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 3 4 ദിവസത്തേക്കുള്ള കിട്ടും കേട്ടോ. ചേട്ടൻ ഓരോ നിറച്ചോണ്ടിരിക്കുക. ഒരു കുപ്പിക്ക് 30 രൂപ കേട്ടോ.
എന്നാലും ലാഭ 20 ലിറ്ററിന്. പുള്ളിക്കാരൻ അടുത്ത് കുറവാ, 35 രൂപ. 35 നീ ചോദിച്ചായിരുന്നോ? ഇന്നലെ മേടിച്ച് 35. ഇന്നലെ നീ മേടിച്ച കുറച്ച് ഫ്രണ്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം ഓരോ സ്ഥലത്തും എടുക്കാൻ വേണ്ടി പോകട്ടോ. ഇവിടെ ഇരിക്കുന്നത്, ഇവിടെയാണ് പാത്രം ഇരിക്കുന്നത്. ഇതേതാ കളർ അറിയാവോ? അതല്ലേ വെപ്പേ, വേറെ ഏതാ കളറാ? ഇവിടുത്തെ കളർ എനിക്ക് മനസ്സിലായി. ഏതാ? ബ്ലൂ ആണോ എനിക്ക്? എന്നാ എടുത്തിട്ട് വാ. ബ്ലൂ അല്ലേ? ഗൈസ് നോക്കൂ, അപ്പം ഓരോന്നോരോന്നായിട്ട് സാധനങ്ങൾ എടുക്കണം. അതായത് ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചാക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ കുരുത്തം കെട്ട ഇറക്കാൻ. കുരുത്തക്കേടാ, കുരുത്തം കെട്ടവനാ നീ. അല്ല ഇല്ല ഇല്ല, എൻ്റെ മോനല്ല, മോനാണേ. നോക്കി, അതാണ് മല, ഇത് വഴി, ഇത് ബസ്സു. പുറത്തിറങ്ങി കഴിച്ചാലോ? വേണ്ട 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 വേണ്ട, ഉള്ളിൽ തന്നെ. ഓ ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി ചോറെടുത്തു, പാത്രം എടുത്തു അല്ലേ ഇവനെ. നേരെ ഉള്ളിൽ കയറുന്നു, ഞങ്ങൾ കഴിക്കുന്നു. ചോറ് സാധനമൊക്കെ കറികളൊക്കെ കൊണ്ടുപോയി. സാമ്പാറേ ഉള്ളൂ കേട്ടോ. സാമ്പാർ, മീൻകറി. മീൻകറി ഉണ്ട്, നമ്മൾ കറി ആക്കിയത് അച്ചാർ. ഇങ്ങോട്ട് വയ്ക്കുക, ഒരെണ്ണം കാണിക്കുന്നത്. ഇങ്ങോട്ട് വയ്ക്കേ. അക്ക് കളിക്കുക, നാണോ റാ വരയ്ക്കുക, നാണമാകുന്നു. എന്ത് പറ്റിച്ചോണ്ട് പോയാക്കല്ലേ, ഓടിച്ചിട്ട് പിടിക്കും അപ്പൻ. ഓടിച്ചേട്ടോ, നാലുപടിയാ. ഓടിച്ചിട്ട് പിടിക്കും. വാ എന്റെ മോൻ വാ. തുടങ്ങി. ഇരുമ്പ് കാല് മുറിയും. ഗൈസ്, അതായത് ചില സംസ്ഥാനങ്ങളില് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി പൂജിച്ച് വെച്ചാക്കുന്നുണ്ട് ഈ കുമ്പളങ്ങ. കണ്ണ് കിട്ടാതിരിക്കാൻ, ബിസിനസ് കിട്ടാൻ വേണ്ടി, അങ്ങനെ കുറെ ഐതിഹ്യം ഉണ്ട് ഇതിന്. കുറെ സംസ്ഥാനങ്ങളിൽ കാണാം ഇതേപോലെ വെച്ചാൽ. ദീപിച്ചേട്ടൻ കണ്ടുണ്ടോ? ഇന്നുവരെ കണ്ടില്ല. ഇത് ബാംഗ്ലൂരിൽ എല്ലാ നേരത്തെ എന്നാന്നറിയോ? അല്ല, ഇത് ബാംഗ്ലൂരിൽ എല്ലാ നേരത്തെ എങ്ങനെയാണെന്നറിയോ? രാവിലെ ഇത് വെക്കും, എന്നിട്ട് പൂജിക്ക്, എന്നിട്ട് റോഡിൽ പോയിട്ട് ഇത് പൊട്ടിച്ചോളയും. അങ്ങനെ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ടൂറിസ്റ്റ് പ്ലേസ് മാത്രമേ പോയിട്ടുള്ളൂ? അപ്പൊ ഞാൻ കാണിച്ചുതരാം ഈ പ്രാവശ്യം വർക്ക്ഷോപ്പ്, പിന്നെ അകലങ്ങളിലെ ഇന്ത്യ ഞങ്ങൾ കാണിച്ചു തരാം. അതെ, കാണാത്ത ഇന്ത്യ, ഗ്രാമങ്ങൾ, കാണാ കാഴ്ചകൾ അല്ലേ ലിബിനെ? അതെ, ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പ് കാണുന്നവര് നമ്മളാണ്, സമ്മതിക്കില്ല. ഗൈസ്, അതായത് ചോറ്, സാമ്പാർ, നല്ല ഒന്നാന്തരം മാങ്ങ അച്ചാറ്, ഇതെന്നായിരുന്നു? നങ്ക് ഉണക്കി പൊടിച്ചത്. അത് തന്നെ ആ സാധനം. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ ഞാൻ ചോറ് എടുക്കാൻ വേണ്ടി പോവാണ്. നേരെ ചോറെടുത്തു. ആഹാ, നല്ല കിടുക്കാച്ചി ചോറ്. നേരെ അടുത്ത് നേരെ സാമ്പാർ എടുക്കുന്നു. സാമ്പാർ വയ്ക്കപ്പാ, നല്ല കൊഴുപ്പുള്ള അടിപൊളി സാമ്പാർ ഉണ്ട്. ഇതാരാ വെച്ചേ? നല്ല മീനച്ചാറ്. മീൻചാറ് അച്ചാറങ്ങ് പൊട്ടിക്കവനെ. ഇത് പൊട്ടിച്ചേ, ഇത് പൊട്ടിച്ച് എല്ലാവർക്കും തന്നെ. നാരങ്ങാച്ചാറും തന്നെ. നല്ല ചാറ് വേണം സാമ്പാറിന്. സാമ്പാറിനാ ഇത് നല്ല കൊഴുപ്പ് ഇതാവനെ. ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ലെന്ന് തോന്നല്ലേ അച്ചാറിൻ്റെ അകത്ത്? ഓ ഗൈസ്, ഫൈനലി അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ചു. അമിത് കഴിച്ചു, ദീപിച്ചേട്ടൻ കഴിച്ചു. ദീപിച്ചേട്ടാ, ചോറും കറി എങ്ങനെയുണ്ടായിരുന്നു? അപ്പം വെച്ചാണ്, അഭിപ്രായം പറയൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ മീൻ ചതച്ചതും അതുപോലെ തന്നെ നമ്മുടെ മീൻ അച്ചാറും. സാമ്പാർ ഞാൻ ഇപ്പോഴേ പറയുന്നു, അമ്പേ പരാജയമായിരുന്നു. അടി ഗതി കിട്ടിയ പുലി പുല്ലും തിന്നും. അതുകൊണ്ട് ഞാനത് കഴിച്ചു അല്ലേ. പൊക്കി പറഞ്ഞു ഇത് ഒരുത്തനോട് ഇരുന്ന് എഴയുവാ. ഇതെന്നാ പറ്റിയടാ? നീ അവിടെ ചോറ് കളഞ്ഞ പോലെ ചെറിയ ഡൗട്ടിലേക്കുണ്ടല്ലോ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ച് ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി. ഉറങ്ങിയല്ലേ? ഉണ്ടായിരുന്നു. ഞാനും അമിത്തും മാത്രം ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്തു. ബാക്കി എല്ലാരും കിടന്നുറങ്ങി. ഇതേ സ്ട്രോങ് എടുക്കുന്ന നോക്കി, അങ്ങോട്ട് നോക്കിയേ. അയ്യോ, അതിന് ടയറില്ല. അങ്ങോട്ട് നോക്കടാ. നമ്പർ പ്ലേറ്റ്. ഗൈസ്, അപ്പം നമ്മള് ഞാനും അമിത് ഇരുന്ന് എഡിറ്റ് ചെയ്തു. അമിത് ഒരു ഇച്ചിരി നേരം ഉറങ്ങി, ഞാൻ തുള്ളി പോലും ഉറങ്ങിയില്ല. നീ ഉറങ്ങാൻ കണ്ണി കണ്ടാണ്. അപ്പൊ എല്ലാരും ഉറങ്ങി. അപ്പൊ 1 മണിക്ക് വന്ന് വണ്ടി നിർത്തിയ 3:08 വണ്ടി എടുത്തു. 3:05 കൂട്ടിക്കും. 3:05. ഈ യാത്ര നല്ല യാത്ര കേട്ടോ. ഫുഡിന് ഫുഡ്, ഉറക്കത്തിന് ഉറക്കം, എല്ലാ സാധനവും കിട്ടുന്നുണ്ട് കേട്ടോ. സഫാരി അടുത്തത് ലിവിനെ ഏറ്റവും ആദ്യത്തെ മോഡൽ സഫാരി കണ്ടോടാ. 96 ആ മോഡൽ സാധനം ഇവിടെ ഭയങ്കര ഡിമാൻഡ് ഇപ്പോഴും ഈ സാധനത്തിന്. വീൽക്കപ്പ് പോലും മാറ്റിട്ടില്ല കേട്ടോ. എന്നാ അറിയാന്നേ.
ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളതേ തമിഴ്നാടിൻ്റെ ഏതൊരു പ്രദേശമാണ് വണ്ടി സംബന്ധമായ സാധനങ്ങൾ കിട്ടുന്ന ഏരിയകളാട്ടോ ഇത്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് അതുപോലെ സംഭവങ്ങൾ, പിന്നെ നമ്മുടെ വെള്ളമൊക്കെ എടുക്കൂലേ, അത് മറ്റേ ഈ കാണുന്ന സാധനത്തിൻ്റെ അകത്തുനിന്ന് അങ്ങനെ സാധനം കിട്ടും. നമ്മുടെ ആ സാധനം കംപ്ലൈൻറ്റ് ആയി കിട്ടുവാടാ? ഇല്ല, ഈ കണ്ടെയ്നർ വർക്ക് ചെയ്യുന്ന ആൾ നോക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. കണ്ടെയ്നർ വർക്ക് ചെയ്യുന്ന അവൻ തന്നെ മറ്റേ 5,000 ഗൈസ് 5000 സംതിങ് ചെന്നാടാ. അതെ അതെ, ഇത് ഇലക്ട്രീഷ്യൻ വന്നു കേട്ടോ. ബാറ്ററി ചെക്ക് பண்ணாரா? ബാറ്ററി എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ സൂപ്പർ തമിഴൻ കമ്പനിയോ ഡൽഹി കമ്പനിയോ കാണും. ഇതിപ്പം മൊത്തം വണ്ടിയുടെ എല്ലാ ലൈറ്റുകളും ഇവർ പിടിച്ചെടുത്തേട്ടാ. ഇവരുടെ കയ്യിലാണ് ഇപ്പോൾ അല്ല, ഈ കടയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. പല ടൈപ്പ് എയർ ഹോണുകൾ ഇതാ കിട്ടി. ചെവി പോയി, ഇത് കണ്ടോ നോക്കിയേ. ആ എങ്ങനെയുണ്ട്? എൻ്റെ ചെവി പോയിട്ട്. പിന്നെ പല ടൈപ്പ് ലൈറ്റുകൾ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ലൈറ്റ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഈ സാധനം ഇത് നമ്മുടെ വണ്ടിയിൽ ഇൻഡിക്കേറ്ററും ഇതനുസരിച്ച് നമുക്കിത് കയറ്റണം കേട്ടോ. അപ്പോൾ ഇത് കയറ്റണം. പിന്നെ ആ സാധനം കൂടെ ശരിയാക്കി. ഇത് വാട്ടർ പ്രൂഫാണ്. എത്ര വേണോടാ? 4 സൈഡിലും വെച്ചാലോ? 4 സൈഡിലും നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ. എയർ ഹോൺ ഞങ്ങൾ കയറ്റുന്നില്ല, കാരണം ഞങ്ങൾ പണ്ട് മുതലേ വിട്ട പരിപാടിയാണ് എയർ ഹോൺ. പഞ്ചാബിലും ഹിമാചലിലൊക്കെ പിടിച്ച ബമ്പ ഫൈനാണ്. ഇവിടെ നടന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 76 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ രാത്രി 10 മണി വരെ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ കൊണ്ട് നമ്മുടെ വണ്ടിയുടെ കണക്ഷൻ ഒന്ന് മാറ്റി കൊടുപ്പിക്കുക. അതായത് ചാർജ് കയറുന്നില്ല. അതായത് AC ഇടുമ്പോൾ വണ്ടിയുടെ ഇലക്ട്രിക്കൽ ഭാഗം മൊത്തം ഞെങ്ങുവാണ്. അതായത് 2 ബാറ്ററി കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. നമ്മുടെ 2 ബാറ്ററി ഉണ്ട്. അതെ. അപ്പോൾ ഈ തിരക്കാ എന്നാ ബ്ലോക്കാന്ന് നോക്കിയ ഫ്രണ്ടിലേക്ക്. ഇവിടെ തമിഴ്നാടിൻ്റെ MGയുടെ ബോഡി പഴയ വണ്ടി 10 വർഷം കഴിഞ്ഞ് പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 8-7 വർഷം സേലം ഡിപ്പോയാ എനിക്ക് ഫുള്ള് ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ AC വണ്ടി വന്ന എനിക്ക് തോന്നുന്നു MGD വണ്ടീൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത്. അതായത് ഗവൺമെന്റ് സേലം ബാംഗ്ലൂർ. കാശ് നമ്മളിപ്പോൾ ഉള്ളതേ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കാണുന്നൊരു വർക്ക്ഷോപ്പിൽ നമ്മൾ വണ്ടിയുടെ ചെറിയ കംപ്ലൈൻറ്റ്, അതായത് അറിയാലോ വണ്ടി എത്ര ഓടിയിട്ടും ചാർജ് കയറുന്നില്ല, AC ഇടുമ്പോൾ ഞെങ്ങുവാണ്. അപ്പോൾ ഇത് ഞായറാഴ്ച ആയിട്ട് ഇവിടെ ഈ കാണുന്ന കൃഷ്ണഗിരി ടോളാണ്. ഈ ടോളിൻ്റെ ഇവിടെ ഫുള്ള് ഇതേപോലത്തെ സംവിധാനങ്ങളാണ്. എവിടുന്നേലും പണിത് റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഉള്ളിലൊരാളെ നമ്മൾ കയറ്റി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുള്ളി വിചാരിച്ച് നടക്കുമല്ലോ എന്ന് അറിയത്തില്ല, ഞാൻ നോക്കാം. ചെമ്മാനം കാണേ പറന്നിടാം, ഈ ലോകം കാണാൻ തുടങ്ങിടാം. ദൂരെ ദൂരെ വാനം മേലെ പോകാം കാറ്റിൻ ചാരേ ചാരേ. ഗൈസ് നമ്മുടെ ബാറ്ററി എക്സൈഡാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു എക്സൈഡ് ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ബാറ്ററി മാറാനുള്ള പരിപാടി. ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണെന്നാണ് നമ്മളോട് ഇലക്ട്രീഷ്യൻ പറഞ്ഞത് അല്ലേ? എന്നാ പറഞ്ഞത്? അപ്പം നമ്മുടെ ഇതിലൊരു ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട്. പറഞ്ഞാൽ പിന്നെ ആൻഡ്രി ചേട്ടൻ തന്നുള്ള വലിയ ബാറ്ററിക്ക് 150 ആ വാറണ്ടി. ഇത് ഈ ഓൾ ഇന്ത്യ ലെവലിൽ എക്സൈഡ് റീപ്ലേസ്മെൻറ്റ് തരുന്നതാണ്. അങ്ങനെ അറിയത്തില്ല. ഉള്ളിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. നോക്കി ഇത് അവിടെ പുള്ളിക്കാരൻ ചെക്കിങ്ങും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അറിയത്തില്ല കേട്ടോ. മാറ്റിയിട്ടിന് ഓടിച്ചു നോക്കാം അല്ലേ? വേറെ കംപ്ലൈൻ്റ് ഒന്നും ആരും പറയുന്നില്ലല്ലോ. ഓൾറെഡി ചാർജ് ചെയ്യുന്നുണ്ട്, എല്ലാം ആവുന്നുണ്ട്. ഗൈസ് നോക്കൂ, നമ്മുടെ പരിപാടിയും പദ്ധതികളൊക്കെ ഓരോ നടത്തി. അതായത് നമ്മുടെ സംഭവത്തിന് വാറണ്ടി ഉണ്ട്, പക്ഷെ അവർക്ക് ചെക്ക് ചെയ്യണം ബാറ്ററി ചാർജ് ചെയ്തിട്ട്, എന്നിട്ട് അവർക്ക് മാറ്റി തരാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. ഒന്നേ നാളെ പുതിയ ബാറ്ററി കിട്ടും, അല്ലെങ്കിൽ അത് ചാർജ് ചെയ്ത് സെറ്റപ്പായിട്ട് കിട്ടും. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള കുഞ്ഞു ബാറ്ററിക്ക് അതിലും നല്ല പവറും സെറ്റപ്പും കിട്ടുന്നുണ്ട്. ശരി കേട്ടോ. മറ്റേതിനകത്ത് ചാർജ് ചെയ്യുന്നത് പിന്നെയും ചാർജ് കയറുന്നുണ്ട് അല്ലേ? ആ ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ ഇവിടെയാണ് കിടക്കുന്നത്. ഇതിന്റെ ഈ ഒരു സത്യം അറിയാമോ? ഇത് ശ്രീറാം ഫിനാൻസിന്റെ പമ്പാണ്. യെസ്, ഇതുണ്ടോ ഈ കാണുന്ന ഒരു HP പമ്പ് ഉണ്ടോ നിങ്ങളുടെ ഈ തൊട്ട് സൈഡിൽ? നിങ്ങൾക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. യെസ്, അപ്പോൾ ഈ ഒരു പമ്പിനോട് ചേർന്നാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരം കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നേക്കാം. അങ്ങോട്ടാ തമ്പുരാട്ടി? അയ്യോടാ, ജിയോ ഇതാ എയർടെല്ലോ മറ്റു സാധനം. നിന്റെ എയർടെൽ എടുക്കണം. എൻ്റെ എയർടെൽ ഞാൻ ഒരു തരാം.
അങ്ങനെ ഉപയോഗിച്ചാൽ മതി, കട്ടാവില്ല. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വണ്ടിയിൽ അങ്ങനെ ലിബിൻ അപ്പർ ബർത്ത്, മിഡിൽ ബർത്ത് വർഗീസ്, കള്ളയുറക്കം, ഡബിൾ ബർത്ത് മൈക്കിൾ, മമ്മി, അഭിരാമി ഇവിടെ ഇരിക്കുന്നു. ഹലോ ബേക്ക് അപ്പർ ബർത്ത്, ഹലോ കിളിക്കൂട്ടിൽ ദീപു, കിളിക്കൂട്ടിൽ ദീപു. ഗൈസ് നോക്കൂ, മൈക്കിൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. മൈക്കിൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് കഴിക്കുന്നില്ല. ഇടാവോടി, ഇടാവോ? ആ കുളിച്ചിട്ട് വന്നോളൂ, നീ ദേഹത്തൊന്നും ആക്കാതെ. ഷോ ഡ്രസ് മാറിയല്ലോ. ഗൈസ് നോക്കൂ, അതിനാ ഇതെന്നെ സാധനം? ഇത് നിങ്ങൾക്കല്ല, കൊച്ചിനാ. നമുക്ക് കിട്ടൂല കൊച്ചിനാ. നമ്മക്കില്ല ഇതൊന്നും. ഇത് മൂടി വെക്കണോടി. ഇത് സ്പൈസിയാ ഭയങ്കര. ഇതാവട്ടെ കേട്ടോ. അപ്പം ഗൈസ്, ഇന്നത്തെ കാര്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് നമുക്കൊരു ബാറ്ററി ഉണ്ട്, ഒരു ബാറ്ററി കൂടെ മേടിച്ചാൽ ഒരു ബാറ്ററി വെച്ച് നമുക്ക് ഓടാം. മറ്റേ ബാറ്ററി അവർ ഓടി നമുക്ക് മറ്റേ ബാറ്റി തരുമൊന്നുമില്ല, ചാർജിലിട്ട് തരും. ഞാൻ പറയാം, നാളെ ഒരു കണ്ടാണ് നാളെ. അപ്പൊ നാളെ ഒരു കിട്ടില്ല മേടിയായിട്ട് എന്റെ തുണി പോരുന്ന വേറെ ഒന്നിനല്ല, അവിടുത്തെ മാറ്റി കൊടുക്കാനാട്ടോ കാർട്ടൂൺ. ശരി, ബൈ 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 ബൈ. എന്റെ ദൈവം, ഇവരിപ്പോഴാണ് മുട്ട കഴിഞ്ഞാൽ ഓടിക്കുന്നത്. ബൈ.